ഈ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പൗരന്മാരെ തുല്യരായി കണക്കാക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചിലരെങ്കിലും വിശ്വസിക്കുന്ന അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർ തുല്യരല്ല അവരുടെ അനുഭവത്തിൽ എന്ന്. ഞാൻ ഈ പറഞ്ഞത് ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടനാ പ്രസംഗത്തിൽ നിന്നാണ്. ഇനി ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഭരണഘടന പഠിക്കണം, കുട്ടികൾ മാത്രമല്ല ഗവർണർമാരും പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം ഭാഗത്തിൽ ദി സ്റ്റേറ്റ്സ് എന്നുള്ളതിനകത്ത് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്താണ് ആർട്ടിക്കിൾ 153 ഇന്ത്യയിലെ ഗവർണർമാരെ കുറിച്ച് പറയുന്നത്. ആ ഗവർണർമാരുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് 154 പറയുകയും 155 രാഷ്ട്രപതി എങ്ങനെയാണ് ഈ ഗവർണർമാരെ നിയമിക്കുന്നത് എന്നുള്ളതും പറയുകയാണ്. ഇവിടെ ഗവർണർമാരുടെ യോഗ്യതകളെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഈ ഭരണഘടനയിൽ ഇതുവരെ പറയാതെ പോയിട്ടുള്ളത്, അത് ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ബാധകമായത് ഗവർണർമാർക്ക് ബാധകമല്ല. അതെന്താണെന്നറിയാമോ ഡോക്ടർ ലാലെ? തലയ്ക്ക് വെളിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ യോഗ്യത പറയുന്നില്ല എന്നുള്ളതാണ്.